ഹലോ. ഇന്ന് നമ്മള് പുതിയൊരു കാര്യമാണ് കേട്ടോ പഠിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ഇതാണ് ഒരു ലൈൻ, ഇത് വേറൊരു ലൈൻ. ഈ രണ്ട് ലൈനും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ ജോയിൻ ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയാണ്. അങ്ങനെ 90 ഡിഗ്രി വരുന്ന ഇങ്ങനെ ആംഗിൾസ് ഉണ്ടാവുകയാണ് നമ്മൾ അത്തരം ആംഗിൾസിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്നാണ് പറയാ. പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാല് ലംബം. എന്താണ്? ലംബം. അതായത് രണ്ട് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ ലൈൻസിന് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് അഥവാ ലംബവശങ്ങൾ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ ഞാൻ തന്നിട്ടുള്ള ഈ ചിത്രം എന്തിനാ തന്നതറിയോ? ഈ സെയിം ചിത്രം തന്നെയാണ് ഇത്. പക്ഷേ നമ്മൾ ഈ ഒരു ആംഗിൾ നമ്മുടെ ഇവിടെ 90 ഡിഗ്രി വരുന്ന ഈ ഒരു മട്ടം കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അത് അവിടെ കറക്റ്റ് ഫിറ്റ് ആണ്. അങ്ങനെ ഫിറ്റ് ആവുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അത് 90 ഡിഗ്രി ആണെന്ന്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇങ്ങനെ തന്നിട്ടുള്ളത്. ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന്. ഞാൻ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, താഴെയുള്ള ഈ ഒരു ലൈൻ അതിനെ നീട്ടി വരയ്ക്കുകയാണ് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പോ ഇവിടെ ഒരു പുതിയ ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ഈ ആംഗിളിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ അതിങ്ങനെ നീട്ടി വരച്ചാൽ ദേ ഇതുപോലെ ഇരിക്കും. ആണല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന ഈ ആംഗിൾ നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടു, ഇങ്ങനെ കുത്തനെ വരുന്ന സമയത്ത് ഇവിടെ 90 ഡിഗ്രി ആണെന്ന്. അതേപോലെ നമ്മൾ ഈ പുതിയതായിട്ടുണ്ടായ സൈഡിൽ നമ്മുടെ മറ്റൊരു വട്ടം വെക്കുന്ന സമയത്ത് അവിടെ അത് കറക്റ്റ് ഫിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇതും 90 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഈ ഒരു സൈഡ് ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന ഇതിന്റെ ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെയും 90 ഡിഗ്രി ആണ്. ഈ ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ച സമയത്താണ് നമുക്ക് രണ്ട് സൈഡും 90 ഡിഗ്രി ആയിട്ട് വന്നിരിക്കുന്നത്. ആണല്ലോ. എന്നാൽ എന്ന കാര്യം ചോദിക്കട്ടെ, ശ്രദ്ധിക്കണേ. ഇതാണ് നമുക്ക് അറിയാം. നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടി അറിയോ? ഈ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതാണ് ഇനി പറയാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കേണ്ട രീതി എന്ന് വെച്ചാല് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടു ഇങ്ങനെ നിൽക്കുന്ന ഈ ഡോട്ട് ഇട്ട ഈ ഒരു ലൈന് കണ്ടോ? അതായത് ആ ലൈനിന്റെ ഈ ഒരു ഭാഗം 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും 90 ഡിഗ്രി ആയിരിക്കും നമ്മൾ കണ്ടു. ആണല്ലോ. അങ്ങനെ ആ രണ്ട് ഭാഗവും 90 ഡിഗ്രിയാണ്. അതായത് ഈ ഭാഗവും 90 ഡിഗ്രിയാണ്, ഈ ഭാഗവും 90 ഡിഗ്രിയാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ളതിൽ ഈ വലിയ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ചെറിയ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോ രണ്ടിന്റെയും ഭാഗമായിട്ടുള്ള ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ അത് എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ ഈ 90 എന്ന ഈ ഒരു മുഴുവൻ ആംഗിളിൽ നിന്നും ഈ ഒരു ഭാഗം നമുക്ക് പോയാൽ ഒഴിവാക്കിയാൽ നമുക്ക് ഇവിടെ എത്ര ആംഗിൾ ആണ് കിട്ടും. അപ്പൊ ഇത് മുഴുവനായിട്ടും 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ ഈ ഒരു കുഞ്ഞു ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ ഈ 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. 90യിൽ നിന്ന് 60 മൈനസ് ചെയ്താൽ എത്ര വരിക? 30 അല്ലേ? അപ്പോ നമുക്ക് ഈ ഒരു ഭാഗം 30 ഡിഗ്രി ആണെന്ന് കിട്ടും. എങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? അതേപോലെ വേറൊന്ന് നോക്ക് നിങ്ങള്. ഇവിടെ ഇപ്പൊ 50 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇങ്ങനെ കുത്തനെ ഒരു ലൈന് വരയ്ക്കുക. ഇങ്ങനെ കുത്തനെ ഒരു ലൈന് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം 90 ഡിഗ്രി ആണ് എന്നും ഇത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാവും. ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ എ, ബി, സി, ഡി, ഇ ഇങ്ങനെ പേര് കൊടുക്കുകയാണെങ്കിൽ എ, ബി, ഇ 90 ഡിഗ്രി ആണ്. നമുക്ക് കാണേണ്ടത് എ, ബി, ഡി ആണ്. നമുക്ക് കാണേണ്ടത് എ, ബി, ഡി ആണ്. ഈ എ ബി ഡി എന്ന് ആംഗിൾ എ ബി ഡി ആണ്. എ ബി ഡി എന്ന് പറഞ്ഞാല് എ ബി ഇയും അതുപോലെ ഇ ബി ഡിയും കൂടിയതാണ് അല്ലെ? അതായത് ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും കൂടിയതാണ്.
ഏതൊക്കെ ആംഗിൾ? എ ബി എ ആണ് കേട്ടോ, സോറി. എ ബി ഇയും അതുപോലെ ഇ ബി ഡിയും കൂടിയതാണ്. അതിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, മറ്റേ ആംഗിൾ എത്രയാന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ കാണാന് നമുക്ക് ഈ ഒരു സൈഡ് 90 ഡിഗ്രി ആണെന്നറിയാം, അതിൽ ഈ കോൺ 50 ഡിഗ്രി ആണെന്നറിയാം. അപ്പോ ഇത് 90 ഡിഗ്രിയിൽ നിന്ന് 50 മൈനസ് ചെയ്താൽ മതി. 90 ഡിഗ്രിയിൽ നിന്നും 50 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 40 ആണെന്ന് കിട്ടും. അപ്പൊ ആ 40 ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരിക? 90യും 40ഉം ആഡ് ചെയ്താൽ എത്ര വരിക? അപ്പൊ എന്താ കിട്ടിയത് അറിയോ? ഇവിടെ 90 ആണെന്ന് കിട്ടി, ഇവിടെ 40 ആണെന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ഇത് മുഴുവനാണ്. അപ്പൊ ഈ 90യും ഈ 40ഉം കൂടെ കൂട്ടിയാൽ മതി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 130 എന്ന് കിട്ടുക. അപ്പൊ ഒരു ആംഗിൾ 130 ആണെന്ന് കിട്ടി. ഇതാണ് നമ്മൾ ആംഗിൾസിനെ കാണുന്നത്. ഒരുപാട് ട്രിക്ക് ഉണ്ട്, അതിലൊരു ട്രിക്കാണിത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.